പഠിപ്പിച്ചു തന്ന സുന്ദരമായ മുഖം, അത് നമ്മളായിട്ട് കുറവാക്കരുത്. നമ്മൾ ആ ഭംഗിക്ക് കേടുവരുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. അപ്പൊ അങ്ങനെ ആ ഭംഗിയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന, ശപിച്ചിരിക്കുന്നു. എന്താ ശാപം? ലഅനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാടൻ ഭാഷയിൽ ശാപം എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ആയി പോട്ടെ, നീ ഇങ്ങനെ ആയി പോട്ടെ, അതാണ്. പക്ഷെ ലഅനത്തിന്റെ ശരിക്കുള്ള നിർവചനം അത്തർദു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാന്റെ റഹ്മത്തിൽ നിന്നും പുറന്തള്ളപ്പെടുക, ഇതാണ് ശാപം. അള്ളാന്റെ റഹ്മത്ത് നമുക്ക് ശരിക്കും എവിടെ ആവശ്യം എന്നറിയോ? ഖിയാമത്ത് നാളിൽ കോടതിയിൽ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ റിപ്പോർട്ട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്നൂഖിശൽ ഹിസാബ്, അല്ലാഹു നാളെ മഹ്ശറിൽ ആരെയെങ്കിലും കൃത്യമായ വിചാരണയ്ക്ക് വിധേയനാക്കിയാൽ, തന്ന ആയുസിനെ പറ്റി അല്ലാഹു മാപ്പാക്കി തരട്ടെ, അങ്ങനെ ഒന്ന് ചോദിക്കാണ്ടിരിക്കട്ടെ, വളരെ കൃത്യമായി അക്കമിട്ട് എണ്ണം വെച്ച് ചോദിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്, ഒരു സംശയമില്ല. എന്തുണ്ട് മറുപടി കൊടുക്കാൻ? വന്നതും പോയതും കണ്ടതും നോക്കിയതും ഇരുന്നതും കടന്നതും ചെലവാക്കിയതും സമ്പാദിച്ചതും അങ്ങനെ ഓരോന്നായിട്ട് ചോദിച്ചാൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. പക്ഷെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവനൊഴികെ, അവിടെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യം. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, വ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ആഖിറത്തിൽ മഹ്ശറിൽ നിങ്ങൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ആവശ്യമുണ്ടോ? ആർക്ക്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് അല്ലാഹ് പറഞ്ഞ വ്യക്തിക്ക് തങ്ങൾ പറഞ്ഞു, നഅം ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാൽ ഒഴികെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ റഹ്മത്തിൽ നിന്ന് തള്ളപ്പെടുക, ഇതാണ് ശാപം എന്ന് പറഞ്ഞാൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് ആരെന്നറിയോ? അൽ മുഖന്നസീന മിനൽ റിജാലി വൽ മുതറജ്ജിലാതി മിനൻ നിസാ, ആണുങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണിന്റെ വേഷം ധരിക്കുന്നവനെയും പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം ധരിക്കുന്നവനെയും. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടത്, ഇന്ന് നമ്മളെ വീട്ടിലുണ്ടാവും. പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണെന്താ അറിയോ? പാവട എടുത്ത് നടക്കുന്നവനല്ല, നൈറ്റ് ഇട്ടിട്ട് ആൾക്കാരെ പുറത്തേക്ക് പോകാൻ പിള്ളേർ ഇല്ല. പിന്നെന്താ ഉണ്ടെന്നറിയോ? മാല. ഇന്ന് പല പിള്ളേരുടെ കഴുത്തിലും മാലയുണ്ട്. ചിലപ്പോൾ സിൽവർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. കൈക്കെന്ത്? ചെയിൻ, ബ്രേസ്ലെറ്റ്. ഇതാരുടെ ആഭരണം? ദുനിയാവിൽ എവിടെയെങ്കിലും ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ആഭരണം പറയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ജ്വല്ലറി ഇല്ലേ? ജ്വല്ലറിന്റെ പരസ്യത്തിൽ അഭിനയിക്കലാരാ? ആണാ പെണ്ണാ? എന്താ ആണിനെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ രണ്ട് മാലയും വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിന്നെടുത്തൂടെ? ഇല്ല, കാരണം അത് ആണിന്റെ ആഭരണമല്ല, അത് പെണ്ണിനുള്ള ആഭരണമാണ്. എങ്കിൽ കയ്യിലുള്ള ചെയിനും കഴുത്തിലെ ചെയിനും ധരിക്കുന്നത് ആണ് പെണ്ണാവുന്നതിന് തുല്യമാണ്. അവൻ മുഖന്നസാണ്, ആണുമല്ല പെണ്ണുമല്ല. പിന്നെ എന്തോന്റെ പേര്? ഹിജട, നപുംസകൻ, ആണുമല്ല പെണ്ണുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ആരെങ്കിലും ഒരാണുണ്ടെങ്കിൽ എന്താക്കേണ്ടതെന്നറിയോ? അഖ്രിജൂഹും മിൻ ബുയൂതിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേഗം പുറത്താക്കിക്കോളിൻ, അള്ളാഹുവിൻ്റെ അദാബ് വരാൻ ചാൻസ് ഉണ്ട്. തമാശ എന്ന് വിചാരിച്ചിനി? ആൺപിള്ളേർന്ന് പറഞ്ഞാൽ 2 വയസ്സിലാണാണല്ലേ, 1 വയസ്സിലാണാണല്ലേ, പ്രായപൂർത്തിയായിട്ടല്ല, ചെറിയ കുഞ്ഞല്ലേ. അതുകൊണ്ട് സ്വർണത്തിന്റെ വള ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം തന്തയും തള്ളയും മോനെ ഹിജടയാക്കാൻ കൊതിക്കുന്നവർ, അതിൽ മത്സരിക്കുന്നവർ. റസൂലുള്ളാഹി പറഞ്ഞു, ആ ചെക്കനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തായിക്കോ, അവൻ അള്ളാന്റെ റഹ്മത്തിനെ തടയും, ആ വീട്ടിൽ ഖൈറുണ്ടാവൂല. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ പിള്ളേർ. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഒന്ന് ആമക്കളെ കഴുത്തും കയ്യെല്ലാം നോക്കിക്കോളി. അഥവാ അങ്ങനെ ഇട്ടിട്ട് കണ്ടാൽ അവിടെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞോളി. പിന്നെ ചില ആൾക്കാരുണ്ട്
ചില പിള്ളർ മീശയും പഠിച്ച് താടിയും പഠിച്ച് പുരികം പ്ലക്ക് ചെയ്ത് മറ്റേ വെളുത്തിട്ട് വാറുന്ന ഇതില്ലേ, ഏതെന്റെ പേര് ഫൈസ, ഏത് വൈറ്റ്നർ, അതെല്ലാം തേച്ച് ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് വരെ ആ പിള്ളറെ. അങ്ങനെ മുഖം ഇങ്ങനെ വെളുപ്പിച്ച് മിനുക്കി പെൺകുട്ടികളെ പോലെ നടക്കുന്നവൻ ഓനാണല്ല. എന്താ അവന്റെ തെറ്റെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുത്ത അവന്റെ അസ്തിത്വത്തെ അവൻ നശിപ്പിക്കാൻ. ആണായി പിറന്നവൻ പെണ്ണാവാൻ ശ്രമിക്കാൻ. അള്ളാഹ്ക്കത് ഇഷ്ടമല്ല. അള്ളാഹ്ക്കത് ഇഷ്ടമല്ല. അത് ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ കുറച്ചേ ഉള്ളൂ, പക്ഷെ കാസർഗോഡൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ചെറുപ്പക്കാര് ഇതന്നെ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുവദിക്കരുത്. ശ്രദ്ധിച്ചോളൂ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമുള്ള ടീമാണ്. താടി മുടിക്കൽ നിസ്സാര സംഗതി അല്ലാന്ന്. ആണിന്റെ ഖിൽഖത്താണിത്, ആണിന്റെ സൃഷ്ടിപ്പ്. പെണ്ണിന്റെ സൃഷ്ടിപ്പാണ് താടിയില്ലാത്ത മുഖം. അപ്പൊ താടി വടിച്ച് പെണ്ണിനെ പോലെയാകുന്നവൻ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു പറഞ്ഞു, മാലിക്കി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ, താടി വടിച്ചവൻ നേരത്തെ പറഞ്ഞവനാണ്. ആര്? ഹിജട. താടി വടിച്ചവൻ ഹിജടയാണ്. എന്താ കാര്യം? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മനോഹരമായ ഘടനയിലാണ്. ഇവൻ എന്ത് ചെയ്തു? ആ ഭംഗി കളഞ്ഞിട്ട് ഇവന്റെ വക ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആവൂല. അതുകൊണ്ട് തമാശയല്ല, ശ്രദ്ധിച്ചോളി. അള്ളാഹു അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കൂട്ടുകാരെന്നറിയോ? ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണ്. അത് ഇന്ന് ഇഷ്ടം പോലെ. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ നല്ല ജീൻസ് പാൻറ്, നല്ല ടീഷർട്ട്, എല്ലാം കറക്റ്റ് കാണാം നോക്കുന്നവന്. കാണാന്നല്ല, ഇവളെ ജോലി അങ്ങനെ കാണിക്കലാണ് ജോലി. എന്നിട്ട് അത് ഇട്ടിട്ട് ഒരു നല്ല മഫ്ത, നല്ല സ്റ്റൈല്, കണ്ടാൽ ഒന്നുകൂടി ഇങ്ങനെ നോക്കിപ്പോവും. അങ്ങനത്തെ മഫ്ത ജൂതന്റെ പണി. കാരണം ഓളെ മനസ്സിൽ ഹിജാബ് ഉണ്ടല്ലോ, തല കാണുന്നില്ലല്ലോ, തലമറച്ചിനല്ലോ, അടിയിലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എൻ്റെ പ്രിയപ്പെട്ട മടിക്കേരിക്കാരെ, വീട്ടിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ചങ്ങല കിട്ടോളി. സുൻഫാനി മിൻ ഉമ്മത്തി, മുസ്ലിമിന്റെ റിവായത്താണ്. സുൻഫാനി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ രണ്ട് കൂട്ടക്കാര്, ലം അറഹുമാ ഖത്തു, എനിക്ക് ആ ടീമിനെ കാണേ വേണ്ട, അത്ര വെറുപ്പ്, അത്ര വെറുപ്പ്. എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്നറിയുന്നറിയോ? പണപ്പ് പെരുപ്പം കൊണ്ട് പാവങ്ങളെ പണിയെടുപ്പിക്കുന്നവൻ. ഖുറൈശികളുടെ സ്വഭാവം. ഖുറൈശികൾ കൈമേൽ എപ്പോഴും ചാട്ടവാറുണ്ടാവും. പാവങ്ങൾ കാണുമ്പോൾ രണ്ടടി കൊടുക്കും. കാരണം ഒന്നും ചോദിക്കില്ല, ഒന്നും പറയൂല. അങ്ങനത്തെ കിബറന്മാര് അള്ളാഹു കാക്കട്ടെ. രണ്ടാമത്തെ ആരെന്നറിയോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നരാണ്. അങ്ങനത്തെ പെണ്ണുങ്ങൾ. എന്താ ഇതിനർത്ഥം? രണ്ടർത്ഥമുണ്ട്. ഒന്ന്, മോഡേൺ ഡ്രസ്സ്, ഒരു ഷഡ്ഡിയും ഒരു ബ്രൈസറും, ഏറ്റവും വലിയ കുടുംബക്കാരിയായി, വലിയ തറവാട്ടുകാരിയായി, വലിയ പേരും പെരുമയുള്ള ഭയങ്കര പ്രശസ്തിയുള്ള ആള്. എത്ര ഡ്രസ്സ് കുറക്കുന്നു അത്രയും ഓൾക്ക് പവർ. പൊട്ടന്മാരായ നമ്മൾ അതിന് കൈമുട്ടലും. ഇങ്ങനെ തലച്ചോറുള്ള വിദ്യാഭ്യാസമുള്ള മനുഷ്യനെന്ന് പേരുള്ള മഠയൻ അങ്ങനത്തെ പെണ്ണുങ്ങളെ കാണുമ്പോ കൈമുട്ടലായി. ആ ഓള് വലിയ ആള്. പീടിയ ഉദ്ഘാടനത്തിന് ചട്ടിയിട്ട പെണ്ണ് മുറിക്കാൻ, കമ്പനി ഉദ്ഘാടനത്തിന് മറ്റോള്. ഓളെ ശരീരം അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. കാസിയാത്ത്, ഡ്രസ്സുണ്ട് പക്ഷെ നഗ്നർ, അള്ളാഹിന്റെ റസൂലിന്റെ കണ്ണിന് കാണാൻ കൊള്ളാത്ത പെണ്ണ്. നമ്മളെങ്ങനെ ഓളെ ബഹുമാനിക്കുക? ഞാൻ ഈ പറയുന്ന മുസ്ലിമീങ്ങളോടാണ്. ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന, ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിച്ചവരോട്, ഇസ്ലാമിനോട് വെറുപ്പുള്ളവരോട് ദീനിന്റെ കാര്യം പറയാൻ നമ്മളില്ല. നിങ്ങക്ക് വെറുപ്പുണ്ടായ നമുക്കെന്താ? അത് ശരി, നമ്മളെ തറവാടിത്തമുള്ള സൗന്ദര്യമുള്ള പെണ്ണുങ്ങള് നിന്റെ മുമ്പിൽ ഷഡ്ഡിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കണം, എനിക്ക് നോക്കിയിട്ട് സൂഹിക്കാൻ നടക്കൂല. നമ്മളെ പെണ്ണ് മുത്തുകളാണ്. നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നമ്മളെ ഉമ്മ, പെങ്ങള്, ഭാര്യ, പെൺമക്കളുണ്ടല്ലോ, അവര് പവിടങ്ങളാണ്. അങ്ങനെ കണ്ണ് കണ്ടോടെ നോക്കിയിട്ട് വെള്ളെറുക്കാനുള്ള സാധനമല്ല നമ്മളെ പെണ്ണുങ്ങള്. അതിന് വിലയുണ്ട്. സ്വർണത്തെക്കാൾ, തങ്കത്തെക്കാൾ, മുത്തുകളെക്കാൾ വിലയുണ്ട്. അങ്ങനെ ഒരുത്തന്റെ മുമ്പിലും അഴിച്ചമ്മള് വിടൂല. അതിനെ പൊതിന് കെട്ടി സൂക്ഷിക്കും. എന്റെ സ്വത്താണത്. എനിക്ക് എന്റെ നരകത്തിന്റെ ഹിജാബാണ് എന്റെ പൊമ്മക്കള്. എനിക്ക് സൂഹിക്കാനുള്ളതല്ല എന്റെ പെണ്ണ്.
ഇസ്ലാമിന്റെ നിയമം പറയുമ്പോൾ രസിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമം പറയുമ്പോൾ എന്ത് ഇങ്ങനെ ജയിലിലിടുന്ന് ഓക്ക് ആഗ്രഹം ഉണ്ടാലേ. എടോ, ദുനിയാവിൽ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുന്നവനാണ് മുഅ്മിൻ. അദ്ദുനിയാ സിജുനുൽ മുഅ്മിൻ. ഇപ്പൊ എന്റെ മോൾ എന്നോട് പറയണം, ഉപ്പ എനിക്ക് മറ്റേ ഡ്രസ്സ് ഒന്നിട്ട് പുറത്തു പോകണം. പറ്റൂല മോളെ, ഞാൻ മരിക്കും. നീ മരിക്കും, ഞാൻ നല്ലത് എനിക്ക് നരകത്ത് പോകുന്നതിനേക്കാളും. ദീനതാണ്, ദീനതാണ്. ഞാൻ ഈ പറയുന്നത് ദീൻ ആഗ്രഹിക്കുന്നവരോട്. ദീൻ വേണ്ടേ, പോയിക്കോ ഭായി, എന്തുട്ടോ എങ്ങനെയും ജീവിച്ചോ, നമുക്കെന്താ. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണമെങ്കിൽ സ്വീകരിച്ചോ, വേണ്ടെങ്കിൽ വേണ്ട. ദീൻ പറയാൻ പറ്റില്ല. ദീൻ പറയും നമ്മള്. ദീൻ പറയുന്നത് ദീനിന്റെ വക്താക്കളോട്, ദീനില്ലാത്തവർക്ക് ബാധകമല്ല. കാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ ആരിയാത്ത്, നഗ്നർ, പുറത്ത് കാണിക്കുന്നുള്ളൂ. രണ്ടാമത്തെ നമ്മളെ മുമ്പുള്ള പറ്റിയായി പറഞ്ഞ്, വസ്ത്രം ഫുള്ളിട്ടിട്ടുണ്ട് പക്ഷെ എന്താണോ മറക്കേണ്ടത് അത് ഫുള്ള് പുറത്തുണ്ട്. പർദ്ദന്റെ കൈ ഇത്രയും ഉണ്ടാവും. ബസ് കയറിയിട്ട് കമ്പി പിടിച്ചാല് ഞരമ്പ് നോക്കി കുറച്ചും കൂടി എത്തി നോക്കും, മറ്റേ കാണാൻ അത്രയും താണിട്ടുണ്ടാവും. ഇവക്കൊരു ഊസലുമില്ല, ഇവക്ക് യാതൊരു പേടിയുമില്ല. പർദ്ദന്റെ നടുക്കൊന്നും ഉണ്ടാവില്ല. നടക്കുമ്പോ ഒന്നങ്ങോട്ട് പോയി ഒന്നിങ്ങോട്ട് പോകും. നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. ഇവക്ക് ഒരു കാണുമില്ല. ഹയാ എന്ന് പറയുന്ന സാധന ഇല്ല. ഇദാലം തസ്തഹി, ലജ്ജ എന്ന് പറയുന്ന ഏറ്റവും നല്ല സ്വഭാവം നഷ്ടപ്പെട്ടു പോയാൽ ഫസ്ന മാ ശി, നീ പോത്തിനെ പോലെ ജീവിച്ചോ, ആർക്കെന്ത് നഷ്ടം. ഹയാ മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഗുണം ലജ്ജ. അത് മുസ്ലിം പെണ്ണിനുണ്ടാവണം. ഓൾ അങ്ങനത്തെ പർദ്ദിട്ടിട്ട് പുറത്തു പോവില്ല. നഗ്നർ, ഡ്രസ് ഇട്ടിട്ടുണ്ട്, ചന്തിയും കാണാം മാറും കാണാം, എല്ലാം കൃത്യമായിട്ട് എടുത്തിങ്ങനെ, അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ, പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ മറിച്ചിട്ടുള്ളത്? കാസിയാത്തുൻ ആരിയാത്ത് മാഇലാത്തുൻ മുമീലാത്തുൻ. എൻ്റെ നിങ്ങളെയും വീട്ടിൽ അങ്ങനത്തെ പെണ്ണ് വേണ്ടാട്ടോ, വീട്ടിൽ നിന്ന് പുറത്തായിക്കോ, അതാ നല്ലത്. മാഇലാത്തുൻ മുമീലാത്ത്, ആളുകളെ ആകർഷിപ്പിച്ച് ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവള്. എൻ്റെ ഉസ്താദ് സുബൈർ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അദ്ദേഹം ഒരു ഉദാഹരണം പറയും. പണ്ടത്തെ കക്കൂസില്ലേ, ഏതാ, ഏക്കർ കക്കൂസ്. ഒരേക്കറ കക്കൂസിൽ നമ്മൾ പോയിട്ടിരുന്നത്. ഇന്ന് ഇത്രയല്ല കൂട്ടിലായിരിക്കും നമ്മൾ. അന്നൊന്നും പേടിക്കാനില്ല, കമ്പ് കുത്തുന്ന മാത്രം പേടിച്ചാൽ മതി, വേറൊരു പ്രശ്നമില്ല. അങ്ങനത്തെ കക്കൂസ്. അവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ അടിയിൽ പോയിട്ടിരുന്നു. ആരോ രണ്ടാൾക്കാരുണ്ട് അയ്യേ പോകുന്നു വർത്താനം പറഞ്ഞുകൊണ്ട്. ഇവനെ നോക്കിയിട്ടില്ല, ഇവനെ കണ്ടിട്ടില്ല. ഇവൻ ഞാൻ ഇരിക്കുന്നുണ്ട് നോക്കല്ലേ, അന്നേരം നോക്കിയത് ചങ്ങായി. അങ്ങനത്തെ പെണ്ണുങ്ങൾ ആരും നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവളൊന്ന് ഒച്ചയുണ്ടാക്കി, ഒന്ന് മണപ്പിച്ച് സ്പ്രേയെല്ലാം അടിച്ച്, ഇവളാ ഫാഷൻ വെറുതെ ഇട്ട് ഹീലുള്ള ചെരുപ്പ് ഇടുന്ന എന്തിനാ? ഞാൻ പള്ളിയാണ്ടി ചെറിയ പിള്ളേരോട് കൂടുതൽ പറയുന്നില്ല, കല്യാണം കഴിക്കാത്ത പിള്ളേരുണ്ട് നമ്മളെ മുമ്പിൽ. അവൾ ഇങ്ങനെ രണ്ട് ശബ്ദം ഉണ്ടാക്കി, ചിൽ 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 ശബ്ദമുള്ള പർദ്ദയും വർക്കും. മാഇലാത്തും മുമീലാത്തും റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. അവരുടെ തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിവെച്ചിട്ടുണ്ടാവും, അറബിച്ചത് കിട്ടും പോലെ. മാപ്പിള കല്യാണം കഴിച്ചിട്ട് ടൂറ് ദുബായിലേക്ക്, ദുബായിലെ പെണ്ണെ കണ്ട് അവൾ അവിടെ നവും പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു, തലയിൽ ഇത്ര വലിയ കെട്ടുണ്ടാവും ഭംഗി കൂട്ടാൻ. ലാ യദ്ഖുൽനൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ പ്രവേശിക്കൂല. തൗഹീദ് ഉണ്ടായിക്കോട്ടെ, എന്തുണ്ടായിക്കോട്ടെ, നരകത്തിന്റെ രുചി അവൾ അറിഞ്ഞിരിക്കും. അങ്ങനത്തെ പെണ്ണ് നമ്മളവർക്ക് വേണ്ട. ആ തീരുമാനം എടുക്കുന്നവന്റെ പേരാണ് ആര്? ആര്? ആണ്, ആണ്, പുരുഷൻ, ഞെട്ടലുള്ള പുരുഷൻ, മൂക്കിന്റെ താഴെ രോമമുള്ളവൻ, മുഖത്ത് താടിയുള്ള പുരുഷൻ. അതെന്നറിയോ? കുടുംബത്തിന്റെ കാര്യത്തിൽ ദീനീ വിഷയത്തില് കർശന നടപടി സ്വീകരിച്ച് ആജ്ഞാപിക്കുന്നവൻ ഓന പുരുഷൻ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ. ഫാത്തിമ, നീയാണ് കട്ടതെങ്കിലും കൈ ഞാൻ കുത്തിക്കളയും. ഫാത്തിമ കക്കൂല, ഹബീബിന്റെ കരളിന്റെ കഷണാണ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ജീവിച്ചിരിക്കുമ്പോ ഇത് കേൾക്കുന്നത്. സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് നേതാവായ എന്റെ മോള്. പക്ഷെ മോളെ, കട്ടാതിന്റെ കൈ ഞാൻ വിട്ടു. അതാ പുരുഷൻ. മാഇലാത്തും ലാ യദ്ഖുൽനൽ ജന്ന, സ്വർഗത്ത് പൗലാന്നല്ല, വലാ യജിദിന റീഹഹാ, അതിന്റെ മണം പോലും ഒക്കെ കിട്ടൂല. വരീഹുഹാ മസീറതു കദാ വകദാ, സ്വർഗത്തിന്റെ മണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാറി നടക്കും, എത്രയോ ദൂരത്ത്. അത്ര പോലും ആ പെണ്ണിന് കിട്ടൂല.
പാൻറ് ആരെ വസ്ത്ര പാൻറ്? ആണുങ്ങളതാണ്, പെണ്ണുങ്ങളല്ല. ഇപ്പൊ നമ്മൾ പറയുന്നു പെണ്ണുങ്ങൾക്കുള്ള പാൻറ് ഉണ്ട്. നോ, പെണ്ണുങ്ങൾക്ക് പാൻറ് ഇല്ല. ഉണ്ട് ചുരിദാറിന്റെ പാൻറ്, അത് പെണ്ണിന്റെ വസ്ത്രമാണ്. അങ്ങനത്തെ പാൻറ് നമ്മൾ ഇടോ? ഇല്ലല്ലോ. നാട്ടിൽ മഅറൂഫായ ആണിന്റെ വേഷമുണ്ട്, പെണ്ണിന്റെ വേഷമുണ്ട്. പാൻറ് ഇടാം പെണ്ണിന് എവിടെയെന്നറിയോ? അവൾ പൊതുവെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ താഴെ ഹിജാബായി കൊണ്ട് ധരിക്കാം, അല്ലാണ്ട് വസ്ത്രമായി ധരിക്കാൻ പറ്റൂല. ടൈറ്റ് ജീൻസ് പാൻറ് അല്ലെങ്കിൽ എന്താ പറയാ, സ്കിൻ ലെഗിൻസ്, അതോളം വസ്ത്രമല്ല, ഹിജാബാണ്. ചൂരിദാർ ഇടുക, ഇല്ലെങ്കിൽ നൈറ്റി ഇടുക, ഇല്ലെങ്കിൽ സാരി ഇടുക, അതൊക്കെ നാട്ടിലുള്ള വേഷമാണ്. അതിന്റെ ഉള്ളില് കാല് പൊക്കുമ്പോ മറ്റോ കണങ്കാല് കാണാതിരിക്കാൻ ആ സാധനം ഇടാം. അത് മറ, വസ്ത്രമല്ല. ഇന്ന് നമ്മളത് വസ്ത്രമാക്കി. അത് ഇട്ടിട്ട് തുറന്ന പർദ്ദ ഇട്ടിട്ട് ഒരു ബാഗും ചുറ്റിയിട്ട് യാ അല്ലാഹ്, എന്റെയും നിങ്ങളെയും പോലെ അങ്ങത്തെ ഉണ്ടായിക്കൂടാ. കാരണം എന്താ അറിയോ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ബട്ടൺസ് ഉള്ള കുപ്പായം ആരുടേതാ? ഇപ്പൊ നിങ്ങൾ ഇട്ടോ ഈ കുപ്പായം, ഇത് നാട്ടിൽ ആണിന്റെ വേഷമാണ്, പെണ്ണിന്റെ വേഷമല്ല. അതെന്താ പെണ്ണിനെങ്ങനെ ആയിക്കൂടാ? പെണ്ണിനെങ്ങനെ ആയിക്കൂടാ? കാരണം പെണ്ണിന് ദീനുൽ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, കർശന നിയമങ്ങളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് നമുക്ക് വെറുപ്പ് വരുന്ന ഏതാ അറിയോ? പർദ്ദയിട്ട് ഹിജാബ് ധരിച്ച് മുഖം മറച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ നമ്മളെ പണ്ഡിതന്മാർക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ആദർശ ഉള്ളവർക്ക് സാങ്ങുന്നില്ല. പുട്ടും കുറ്റിക്ക് തുണി ചുറ്റിയ പോലെ മുഖവും ചുറ്റിയിട്ട് എങ്ങോട്ടായി പെണ്ണ് പോകുന്നത്? 6ാം നൂറ്റാണ്ടത്തിന്റെ പഴമയിലേക്കോ ചോദിക്കുന്നത് മെഹ്റാബിൽ നിൽക്കുന്ന ആലിം. നാട്ടിന്റെ ഒരു ദുരവസ്ഥ. പിന്നെ എങ്ങനെ പെണ്ണ് പോണ്ടത്? എന്റെ മോൾ അങ്ങനെയൊന്നുമല്ല. നിന്റെ മോൾ ആര്? മലക്ക? ആകാശത്ത് നിന്ന് പൊട്ടി വീണതാ? എന്റെ മോൾ അങ്ങനെയൊന്നും ആയിരിക്കൂല. പിന്നെന്താവും നിന്റെ ഓള്? മുഹമ്മദ് മുസ്തഫാന്റെ ഭാര്യമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. നമ്മളെ ആയിഷ റളിയല്ലാഹു അൻഹ പറയും സഹാബത്തിനോട്, ചോദിച്ചോളിൻ, ഞാൻ നിന്റെ ഉമ്മയാണ്, നാണിക്കണ്ട. കാരണം കിടപ്പറയിലെ ഭാര്യാഭർത്ത് ബന്ധത്തിലെ മസ്അലകള് ആയിഷ ബീബിയാ പറഞ്ഞത്. കാരണം കന്യകയാണ് ആയിഷ ബീബി കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. അത് ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ ചോദിച്ചോളിൻ, ഞാൻ നിന്റെ ഉമ്മയാണ്, നാണിക്കണ്ട. പക്ഷെ അള്ളാഹു ആയത്തിറക്കി, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അവർ നിന്റെ ഉമ്മമാരാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരാണ്. എന്നാലും നിനക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹിജാബിന്റെ ബാക്കിൽ നിന്നിട്ട് ചോദിച്ചോളണം. നേർക്ക് നേരെ ചോദിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, ആണുങ്ങളാവണം. അള്ളാന്റെ റസൂലിന്റെ ശാപം ഏറ്റുവാങ്ങിയ പെണ്ണെന്റെ നിങ്ങളെ പുരക്കുണ്ടായിക്കൂടാ. അത്ര ശ്രദ്ധിക്കണം. നമ്മളിത് കുട്ടേട്ടാ ഓട്ടോറിക്ഷ ഫ്രീ ഉണ്ടാ? മാപ്പിള ഗൾഫിലാ. ആ കുട്ടേട്ടൻ പറയും, ഉണ്ട് കദീസും മജാ വരുന്ന്. കുട്ടേട്ട സ്കോട്ട് വന്ന് ഇവളാ മറ്റേ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് പർദ്ദയിലിട്ട് 2 സ്പ്രേയിലടിച്ച് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് ഓട്ടോറിക്ഷ കയറിയിട്ട് പോയി. 3-4 പ്രാവശ്യം ആ പോക്ക് ആവർത്തിച്ചു. 4ാമത്തെ പ്രാവശ്യം വാട്സപ്പിലുണ്ട് കുട്ടേട്ടനും കദീസും മാമും അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ. ഇത് എത്ര വന്നു? ഇതെന്താ പഠിക്കാത്ത ഉമ്മത്ത്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്ക്. അധ്വാനിക്കലും സമ്പാദിക്കലും നിന്റെ ജോലിയല്ല, സമ്പാദിക്കേണ്ടത് ആണ് നിന്റെ മാപ്പിള, ഭർത്താവ്, പെണ്ണല്ല. الرجال قوامون على النساء بما فضل الله بعضهم على بعض. ചിലരെക്കാൾ മറ്റു ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് ആണിന് പെണ്ണിനേക്കാൾ. കാരണം ആണ് അധ്വാനിക്കുന്നവനാണ്. പെണ്ണ് മക്കൾക്ക് തർബിയത്ത് കൊടുത്ത് വീട്ടിന്റെ ഉള്ളിൽ കഴിയുണ്ടോളാണ്. പെണ്ണ് പുറത്തെത്തി മക്കള് കഞ്ചാവായി, ഉമ്മ പുറത്തെത്തിയ മക്കള് കഞ്ചാവായി. എന്നിട്ട് ആ പോകുമ്പോ കഞ്ചാവ് പൊടിച്ച് വന്നിട്ട് ഉമ്മാന്റെ തല വെട്ടി പോ മതി, ദുനിയാവില് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇതാ നടക്കുന്നത് ദുനിയാവില്. പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ നമ്മളെ വീട്ടിന്റെ രാജ്ഞിയാണ്. നമ്മളെ വീട്ടിന്റെ രാജ്ഞിയാണ് പെണ്ണ്. നമ്മളെ അള്ളാഹു തന്ന മക്കളെ തർബിയത്ത് കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവളാണ് പെണ്ണ്. ഇവിടെ ബാഗും തൂക്കിയിട്ട് പോയി, സർക്കീറ്റിന് പോയി, മക്കൾ എവിടെ പോയി എന്തായി പറയാൻ കഴിയുന്നില്ല. ഇനി മക്കളെ ഉപദേശിക്കാനോ ഉമ്മാക്കൊട്ട് ക്വാളിറ്റിയുമില്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇതാണ് ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ. അതുകൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അത്തരത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ആൺപിള്ളേർ മാറിക്കൂടാ, പെൺപിള്ളേർ മാറിക്കൂടാ. വേഷവിധാനത്തിൽ, നടപ്പിൽ, ഇരുത്തത്തിൽ, വർത്തമാനത്തിൽ, ചലനങ്ങളിൽ, ഹറക്കാത്തുകളിൽ പെണ്ണ് പെണ്ണായിരിക്കണം, ആണാണായിരിക്കണം. കർശനമായി ശ്രദ്ധിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായാൽ മൂന്നാമത് എല്ലാം വെറുതെ പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര കൺട്രോളാണ്. കൺട്രോളല്ല, എനിക്കെന്തോ അസുഖം ഉണ്ട് തന്നെ അർത്ഥം. കൺട്രോളല്ല, നിങ്ങൾക്ക് സംതിങ് റോങ്. കോവിഡിന്റെ ഇതടിച്ചപ്പോൾ എന്തോ പോയിട്ടുണ്ട് സംഭവം, അതുകൊണ്ടാണ് ഒന്നും തോന്നാത്തത്. ഇല്ലെങ്കിൽ ആണ് തോന്നൂലേ, പെണ്ണിന് തോന്നൂലേ, അതുണ്ടാവുമല്ലോ. റസൂലുള്ളാഹി തങ്ങളെ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂല്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായാൽ, മൂന്നാമത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അതിലാദ്യം നോട്ടാണ്. ഒന്ന് നോക്കി, രണ്ടാമത് നോക്കി, പിന്നെ ലക്കൽ ഊല, ആദ്യം ഒന്ന് നോക്കിപ്പോവും. എന്താ കാര്യം? ഞാൻ ഈ പറഞ്ഞ കാരണം, ആണുങ്ങളാണ് എന്തായാലും നോക്കിപ്പോവും. പിന്നെ രണ്ടാമതും നോക്കിയിട്ട് അത് ഞാൻ അള്ളാഹിൻ്റെ ആ ഒരു സൃഷ്ടി വൈഭവത്തിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി ഒന്ന് സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ടി നോക്കിയതാണ്. നമ്മൾ കാരണം പറയും, ലക്കൽ ഊല വലൈസ ലക്കൽ ഉഖ്റ. ആദ്യം ഒന്ന് നോക്കിപ്പോവും, രണ്ടാമത് നോക്കുന്നത് അപകടത്തിൻ്റെ നോട്ടാണ്. ആ നോട്ടം തമ്മിൽ കണ്ടു, പിന്നെ ഉണ്ടാവുന്ന എന്താ അറിയോ? വർത്താനം, നമ്പർ കൈ. ഇപ്പം എല്ലാം ഈസി അല്ലേ, നമ്പർ കൈമാറി. അങ്ങനെ 12 to 6 ഫ്രീ, എയർടെൽ ഫ്രീ, പിന്നെ ജിയോ ഫ്രീ. ആർക്കാ? ഉപ്പാപ്പാക്ക് ഉമ്മാമ്മക്ക ഫ്രീ. എന്തിന്? ഇവർക്ക്, ഈ പിള്ളേർക്ക് ഫ്രീ. എത്രയും ഉണ്ട്, എന്തും ഉണ്ട. അങ്ങനെ വർത്താനം എവിടെന്നാ കാണുക? ആടുന്ന് കാണുക. എന്നാവാ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, പിന്നെ നടക്കുന്നത് ഒറ്റക്കാവൽ, പിന്നെയോ സിന, പിന്നെ നടക്കുന്നത് വ്യഭിചാരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അടുത്ത തലമുറ എന്താവും പറയാൻ കഴിയില്ല. ഇതൊന്നും ഇപ്പം നമുക്ക് മക്കളടുത്ത് പറയാൻ കഴിയില്ല. നീ ആരാ പറയാൻ നോക്കും. ഇപ്പം പറഞ്ഞാൽ ഉപ്പാക്കും കഴിയുന്നില്ല, ഉമ്മാക്കും. 7 വയസ്സ് തൊട്ട് അങ്ങോട്ട് തുടങ്ങണമായിരുന്നു തർബിയത്ത്. 7 വയസ്സുള്ളപ്പോൾ തുടങ്ങണമായിരുന്നു മോനോട് മോളോട് ദീനിന്റെ നിയമം പറഞ്ഞിട്ട്. അപ്പം വലുതാവുമ്പം ചിറക് വെക്കുമ്പം നമ്മുടെ ചിറകിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, നമ്മളെ മുകളിൽ പറക്കാൻ നോക്കൂല. പക്ഷെ വിട്ടുപോയി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. റമദാൻ നഫ്സിങ്ങനെ ലോലമായി നിൽക്കുന്ന സമയമാണ്. നഫ്സ് ലോലമായി നിൽക്കുന്ന സമയമാണ്. തർബിയത്ത് കൊടുക്കാൻ ഏറ്റവും നല്ല ടൈം. ഹറാമ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും മനസ്സെന്ത് പറയും? ശരിയടാ, നോമ്പാടാ, റമദാനാടാ, അത് പറയും. ആ മാസമാണ്. നന്നായിട്ട് നസീഹത്ത് കൊടുത്തോളി, മക്കൾക്കും ഭാര്യക്കും പെങ്ങൾക്കും ഉമ്മാക്കും സഹോദരിക്കും നമ്മൾ മക്കൾക്കും വീട്ടിലുള്ളവർക്കും ദീനിന്റെ കാര്യം പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. നോമ്പ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിറകിൻ്റെ ഉള്ളിലുള്ള ഇസ്സത്തുള്ള കുടുംബമായി മാറണം. അതുകൊണ്ട് നമ്മളായിട്ട് ഇസ്ലാമിൻ്റെ ആ മുഖത്തിനെ കരുവാരിത്തേക്കരുത്. ഞാൻ കാരണം, എൻ്റെ മോള് കാരണം, എൻ്റെ മോൻ കാരണം ദീനുൽ ഇസ്ലാമിൽ 4 ആൾക്കാർ കളിയാക്കുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ. ഇസ്സത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. എല്ലാ ശർറിൽ നിന്നും, ദുനിയാവിൻ്റെ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും കാക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. മറക്കല്ലേ.